നാടിനെ നടുക്കിയ അരുംകൊല. കോഴിക്കോട്ടെ ഹോട്ടൽ വ്യാപാരിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ 3 പ്രതികളും പിടിയിൽ. കൊല്ലപ്പെട്ട തിരൂർ സ്വദേശി സിദ്ദിഖിന്റെ ഹോട്ടലിലെ മുൻ ജീവനക്കാരനായ ഷിബിലിയുടെ സുഹൃത്ത് ഫർഹാനയുടെ സുഹൃത്ത് ആഷിഖ് എന്നിവരാണ് പിടിയിലായത്. ഷിബിലിയെയും ഫർഹാനയെയും ചെന്നൈയിൽ നിന്നാണ് പിടികൂടിയത്. 3 പേരും പാലക്കാട് വല്ലപ്പുഴ സ്വദേശികളാണ്. കൊലപാതകത്തിന് ശേഷം മൃതദേഹം 2 ട്രോളി ബാഗുകളിലാക്കി അട്ടപ്പാടി ചുരത്തിലെ 9ാം വളവിൽ പ്രതികൾ ഉപേക്ഷിക്കുകയായിരുന്നു. മൃതദേഹം പ്രതികൾ കാറിൽ കയറ്റുന്ന CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. മൃതദേഹം ഇന്ന് രാവിലെ പോലീസ് കണ്ടെടുത്തു. മൃതദേഹത്തിന് 7 ദിവസത്തെ പഴക്കമുണ്ടെന്നും കൊലപാതകം നടന്നത് 18നും 19നും ഇടയിലാണെന്നും മലപ്പുറം SP സുജിത് ദാസ് പറഞ്ഞു. കൊലപാതകത്തിന്റെ കാരണം അവ്യക്തമാണ്. പ്രതികളെ ഉടൻ കേരളത്തിലെത്തിക്കുമെന്നും മലപ്പുറം SP പറഞ്ഞു. ഇതിന്റെ കാരണങ്ങളും അതുപോലെ തന്നെ കൊന്ന രീതികളും നമുക്ക് പ്രതികളിൽ നിന്ന് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അക്കാര്യങ്ങൾ ഇപ്പോഴും നമുക്ക് അവ്യക്തമാണ്. ഇവരുടെ വ്യക്തിപരമായ കാരണങ്ങളാണെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ അകത്ത് നമ്മുടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് മൊബൈൽ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലും CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലുമാണ് നമുക്ക് പിന്നെ അതുപോലെ തന്നെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ പറയുന്ന ബോഡി അട്ടപ്പാടി മേഖലയിലുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. മരണം നടന്നത് ഏകദേശം 18-ാം തീയതിക്കും 19-ാം തീയതിക്കും ഇടയ്ക്കാണ്. അപ്പോൾ ബോഡി 7 ദിവസത്തോളം പഴക്കമുണ്ട്. ചെന്നൈയിൽ നിന്ന് ഷിബിലിയെയും ഫർഹാനെയും നാട്ടിലെത്തിക്കും. ഏറ്റവും പുതിയ വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നു. നമുക്കൊപ്പം അനുമോദ്, നാടിനെ തന്നെ നടുക്കിയ ഒരു വലിയ കൊലപാതകം, നിരവധി ദുരൂഹതകൾ, ചോദ്യങ്ങൾ ബാക്കിയായി നിൽക്കുമ്പോൾ പ്രതികളെ 2 പേരെ ചെന്നൈയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. പിടിയിലായതവർ ചെന്നൈയിൽ നിന്നാണ്. അവരെ കേരളത്തിലേക്ക് ഉടൻ എത്തിക്കുമെന്നറിയുന്നു. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അശ്വതി, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സിദ്ദിഖിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് തുടക്കമായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുൻപാണ് അട്ടപ്പാടിയിൽ നിന്നും അദ്ദേഹത്തിന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. 2 കഷ്ണങ്ങളായി മുറിച്ച് 2 ട്രോളി ബാഗുകളിലാക്കിയ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. ഇൻക്വസ്റ്റ് നടപടികളിൽ ഈ മൃതദേഹത്തിൽ നിന്നും ഒന്നും കണ്ടെടുക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ കഴിയുന്ന അവസ്ഥയായിരുന്നില്ല. കാരണം 7 ദിവസം കഴിഞ്ഞതുകൊണ്ട് തന്നെ അഴുകിയ നിലയിലായിരുന്നു. ശരീരത്തിലെ മുറിവുകളും പാടുകളും അല്ലെങ്കിൽ മറ്റടയാളങ്ങളുമൊക്കെ ഈ ഒരു ഇൻക്വസ്റ്റ് നടപടികളിൽ തിരിച്ചറിയാൻ കഴിയുന്ന സാഹചര്യമായിരുന്നില്ല. ശരീരത്തിന്റെ ഡീക്കേഡ് കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ അപ്പോൾ പോസ്റ്റ്മോർട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കേസിൽ എങ്ങനെയാണ് ഇയാൾ കൊല്ലപ്പെട്ടത്, മറ്റെന്തെല്ലാം മുറിവുകളുണ്ടായിരുന്നോ തുടങ്ങി ഇപ്പോൾ പ്രധാനമായിട്ടും പോലീസിന്റെ മുൻപിലുള്ള ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരത്തിന് ഈ പോസ്റ്റ്മോർട്ടം തന്നെയാണ് മറുപടി നൽകുക. അപ്പോൾ ആ നടപടികൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു. മറുവശത്ത് കേസിലെ പ്രതികളായ ഷിബിലിയെയും ഫർഹാനെയും കൊണ്ട് തിരൂർ പോലീസ് കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ പുലർച്ചെയോടെ ആയിരിക്കും അവരെ ഇവിടേക്ക് എത്തിക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാന ചോദ്യം എന്തിനായിരുന്നു ഈ കൊലപാതകം എന്നുള്ളതാണ്. എങ്ങനെ കൊന്നു, എന്തിനു കൊന്നു, മറ്റെന്തെങ്കിലും ഈ വ്യക്തിവൈരാഗ്യമല്ലാതെ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ടോ തുടങ്ങി വിവിധ ചോദ്യങ്ങളാണ് ഈ ഒരു അരുംകൊലയ്ക്ക് പിന്നാലെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം തന്നെ കൃത്യമായ ഉത്തരം ലഭിക്കണമെങ്കിൽ ഈ പ്രതികളുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കുക തന്നെ വേണം. അതിന്റെ നടപടികളെല്ലാം തന്നെ നാളെയാകും ഉണ്ടാവുക. ഇന്ന് കേസിലെ 3ാം പ്രതിയായിട്ടുള്ള ചിക്കു എന്ന ആഷിഖിനെ പോലീസ് അട്ടപ്പാടിയിലേക്ക് കൊണ്ടുപോയിരുന്നു. തെളിവെടുപ്പിന്റെ ഭാഗമായിട്ട് അയാളെയും അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. ചിക്കു എന്ന ആഷിഖ് ഈ കേസിന്റെ എല്ലാ കുറ്റകൃത്യങ്ങളിലും ഇടപെട്ടിരുന്ന, അതായത് കൊലപാതകം നടക്കുമ്പോൾ ആ മുറിയിലുണ്ടായിരുന്ന വ്യക്തിയാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഇയാൾക്ക് ഈ കൊലപാതകം ആസൂത്രണം ചെയ്തതിലും അതിനുശേഷം ഈ മൃതദേഹം ഇത്തരത്തിൽ ഉപേക്ഷിച്ചതിലും ഈ ഷിബിലിയെയും ഫർഹാനെയും നാടുവിടാൻ സാധിച്ചതിലും എല്ലാം തന്നെ പങ്കുണ്ടെന്ന് പോലീസ് കരുതുന്നുണ്ട്. കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിയാണ് ചിക്കു എന്ന ആഷിഖ്. ഇയാളും മറ്റ് 2 പ്രതികളും പാലക്കാട് ചെർപ്പളശ്ശേരി വല്ലപ്പുഴ ഭാഗത്ത് താമസിക്കുന്നവരാണ്. നേരത്തെ ഈ പ്രതിയായിട്ടുള്ള ഫർഹാനെയും അതുപോലെ തന്നെ ഷിബിലിയും ഇവർ തമ്മിൽ മുൻപും മറ്റൊരു കേസിൽ ഇടപെട്ടിട്ടുണ്ട്. അതായത് ഈ ഷിബിലി ഒരു പോക്സോ കേസിൽ പ്രതിയായിരുന്നു. അത് പരാതി കൊടുത്തിരുന്നത്
ഫർഹാനെയായിരുന്നു. അതായത് ഫർഹാനെയും ഷിബിലിയും മുൻപ് തന്നെ ഇത്തരത്തിൽ പരിചയം ഒരു പോക്സോ കേസിൽ ഇരയും പ്രതിയുമായവരാണ്. ആ കേസിന് ശേഷം അവർ കൂടുതൽ സൗഹൃദത്തിലാവുകയും അവർക്കെതിരെ മുമ്പും ചില കേസുകൾ പാലക്കാട് ജില്ലയിൽ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അത്തരത്തിലൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള അല്പം ദുരൂഹമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ രണ്ടുപേരുടെയും ഉള്ളത്. നിലവിൽ പോലീസിനോടും അതുപോലെ തന്നെ സിദ്ദിഖിന്റെ കുടുംബാംഗങ്ങളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് സിദ്ദിഖിന്റെ ഹോട്ടലിലെ ജോലിക്കാരായിരുന്നു ഷിബിലി. ഷിബിലിയുടെ പെരുമാറ്റത്തിലും അതുപോലെ തന്നെ ഹോട്ടൽ നടത്തിപ്പിലും സാമ്പത്തിക അച്ചടക്കത്തിലുമൊക്കെ ചില പ്രശ്നങ്ങൾ കണ്ടെത്തിയിരുന്നു. പണം മോഷ്ടിക്കുന്നതും അതുപോലെ കസ്റ്റമേഴ്സിനോട് മോശമായി പെരുമാറുന്നതുമായിട്ടുള്ള പലതരത്തിലുള്ള ഒരു ഹോട്ടൽ ഉടമയ്ക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ബിഹേവിയേഴ്സ് ആയിരുന്നു ഷിബിലിക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഷിബിലിയെ ജോലിയിൽ നിന്ന് പറഞ്ഞയക്കുകയും ഇയാളുടെ ശമ്പളം മുഴുവൻ കൊടുത്തു തീർക്കുകയും ചെയ്തിരുന്നു 18-ാം തീയതി. ആ ദിവസം തന്നെയാണ്, അല്ലെങ്കിൽ ആ ദിവസമോ അതിന് പിറ്റേ ദിവസമാണ് ഇയാൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിന് വൈരാഗ്യമാകാം ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന സംശയമാണ്, സാധ്യതകളാണ് പോലീസിന് മുൻപിലുള്ളത്. എന്തിനാണെങ്കിലും നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായത് 18-ാം തീയതിക്ക് ശേഷം ഇദ്ദേഹത്തിന്റെ ഫോണിൽ ലഭിക്കാത്ത സാഹചര്യം, മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്ന ഒരവസ്ഥ വന്നിരുന്നു. പക്ഷേ അപ്പോഴും ഇദ്ദേഹത്തിന് ATM വഴി ഇദ്ദേഹത്തിന്റെ ATM കാർഡിലൂടെ പ്രതികൾ പണം പിൻവലിച്ചിരുന്നു. ഈ പണം പിൻവലിക്കുന്നതിന്റെ മെസ്സേജ് എല്ലാം വന്നിരുന്നത് ഇദ്ദേഹത്തിന്റെ മകന്റെ മൊബൈലിലേക്കാണ്. അത്തരത്തിൽ പിതാവിന് ഫോണിൽ കിട്ടാത്തൊരവസ്ഥയിലും പിതാവിന്റെ കയ്യിലുള്ള ATM കാർഡ് വഴി 2 ലക്ഷം രൂപ ആരോ പിൻവലിച്ചു എന്നൊരു കാര്യം മനസ്സിലാക്കിയപ്പോഴാണ് ഇതിൽ ഒരു ചതി മനസ്സിലാക്കി, അല്ലെങ്കിൽ ഇതിൽ ചില പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഈ വീട്ടുകാർ പോലീസിനെ സമീപിക്കുന്നതും തുടർന്ന് മൊബൈൽ ടവർ ലൊക്കേഷൻ, CCTV ദൃശ്യങ്ങൾ തുടങ്ങിയ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളും സാഹചര്യ തെളിവുകളും എല്ലാം കോർത്തിനേക്കൊണ്ടുള്ള അന്വേഷണത്തിനൊടുവിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട 3 പ്രതികളെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. എന്താണെങ്കിലും ഈ സിദ്ദിഖിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുരോഗമിക്കുകയാണ്. ഇന്ന് രാത്രിയോടെ തന്നെ അദ്ദേഹത്തിന് ഖബറടക്കം നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കേസിലെ മുഖ്യപ്രതികളായ ഷിബിലിയും ഫർഹാനെയും ഇന്ന് അർദ്ധരാത്രിയോടെയോ നാളെ പുലർച്ചെയോടെയായിരിക്കും മലപ്പുറത്തെത്തിക്കുക. അശ്വതി. അതെ, അനുമോദ്, ആസൂത്രണം ചെയ്ത് നടത്തിയ ഒരു കൊലപാതകം കൃത്യമായ പ്ലാനുകളോടെയാണ് നടത്തിയതെന്ന് നമുക്ക് ഇതുവരെയുള്ള വിവരങ്ങൾ, നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പക്ഷേ നേരത്തെ പോലീസ് സൂചിപ്പിച്ചതുപോലെ ഏത് രീതിയിലാണ് കൊന്നത്, എന്തിനു വേണ്ടിയാണ് എന്നതൊക്കെ പറയേണ്ടത് പ്രതികളാണ്. അവരുടെ ചോദ്യം ചെയ്യലിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല. ചിലപ്പോൾ പ്രാഥമികമായ ഒരു ചോദ്യം ചെയ്യൽ മാത്രമേ നടന്നിട്ടുണ്ടാവുകയുള്ളൂ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ അവർ പറയേണ്ടതുണ്ട്, തെളിവെടുപ്പ് അടക്കം പൂർത്തിയാകേണ്ടതുണ്ട്. എങ്കിലും ഇത്രയും ആളുകളോട് സംസാരിച്ച ഈ മരിച്ച സിദ്ദിഖിന്റെ കുടുംബാംഗങ്ങളുമായി അനുമോദ് സംസാരിച്ചു, ഈ ഹോട്ടലിലെ ജീവനക്കാരുമായി സംസാരിച്ചു. അനുമോദിന് ലഭിക്കുന്ന നിഗമനം എന്താണ്? ഇത്തരത്തിൽ പോലീസ് പറയുന്നത് പോലെ ഒരു വ്യക്തി വൈരാഗ്യം, തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതുകൊണ്ടുള്ള ഒരു വ്യക്തി വൈരാഗ്യം മാത്രമാണോ ഈ കൊലയ്ക്ക് പിന്നിൽ എന്ന് നമ്മൾ കരുതണം? വ്യക്തിവൈരാഗ്യം തീർച്ചയായിട്ടുണ്ട്. ഇതിലൊരു ആസൂത്രണവും നടന്നിട്ടുണ്ട്. കാരണം ഒരു കൊലപാതകം കൃത്യമായി ആസൂത്രണം ചെയ്ത് തന്നെ നടപ്പാക്കിയിട്ടുണ്ട് എന്ന് വേണം നമ്മൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ ലഭ്യമായ വിവരങ്ങളെല്ലാം കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ. ഇതിലെപ്പോഴും ദുരൂഹമാവുന്നത് ഫർഹാനയുടെ സാന്നിധ്യമാണ്. 18-19 വയസ്സ് മാത്രമേ ഫർഹാനയ്ക്കുള്ളൂ. ഫർഹാനെ എന്തുകൊണ്ട് ഈ ഒരു കേസിന്റെ ഭാഗമായി എന്നുള്ളതാണ്. ഈ കേസിൽ ഒരുപക്ഷെ ഇയാളെ കൊന്ന് പണം തട്ടിയെടുത്ത് ഫർഹാനയുമായി നാടുവിടാനായിരിക്കാം ഒരുപക്ഷെ ഇയാളുടെ ഈ ഷിബിലിയുടെ പദ്ധതി ഉണ്ടായിരുന്നത്. അതിനെ സഹായിക്കാനായിരിക്കാം ആഷിക്ക് വന്നത്. അങ്ങനെ വേണമെങ്കിൽ കരുതാം. മറിച്ച് വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് ഒരു കൊലപാതകം സംഭവിക്കുന്നു, ആകസ്മികമായിട്ട് ഒരു കൊലപാതകം സംഭവിക്കുന്നു. അതിനെ തുടർന്ന് അത് ഒളിച്ചുവെക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് ഫർഹാനെയും അതുപോലെ നാഷിക്കും സിദ്ദിഖിനെ സഹായിക്കുന്നു. ഇനി അതല്ല, മറ്റെന്തെങ്കിലും ഗൂഢലക്ഷ്യം ഈ ഫർഹാനയുടെ സാന്നിധ്യത്തിന് പിന്നിൽ ഉണ്ടോ എന്നുള്ളത് നമുക്കിപ്പോൾ ഒരു വിലയിരുത്തലിലേക്കോ അത്തരത്തിലൊരു അനുമാനത്തിലേക്കോ എത്താൻ കഴിയുന്ന സാഹചര്യമല്ല. പക്ഷേ കുറച്ച് സംശയിക്കേണ്ട സാഹചര്യങ്ങൾ അതിലുണ്ട് എന്ന് പോലീസ് തന്നെ പലപ്പോഴായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട ഈ ഷിബിലിയുടെ അടുത്തേക്ക് സ്വന്തം വാഹനത്തിലാണ് സിദ്ദിഖ് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് സ്വന്തം വാഹനത്തിൽ ഇവിടെ താമസിക്കുന്ന സ്ഥലത്തേക്ക് വന്നു, എന്തിന് 2 റൂമുകൾ ബുക്ക് ചെയ്തു തുടങ്ങി അവിടെ ഒരു കൊല്ലാനുള്ള പ്ലാൻ മാസ്റ്റർ പ്ലാൻ ഇവർ തയ്യാറാക്കിയിരുന്നു. അത്തരത്തിലൊരു പ്ലാൻ തയ്യാറാക്കി സിദ്ദിഖിനെ വിളിച്ചു വരുത്തുകയായിരുന്നു തുടങ്ങി വിവിധ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. നിലവിൽ എന്താണെങ്കിലും ഇതൊരു ആസൂത്രിത കൊലപാതകം ആണ് എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. അതിന്റെ കാരണങ്ങൾ എന്താണെന്നുള്ളത് ഇപ്പോൾ അല്പം ദുരൂഹമായിട്ട് തന്നെ തുടരുകയാണ്.
അശ്വതി. ശരി, എന്തായാലും ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. CV അനുമോദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ സിദ്ദിഖിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 7 ദിവസം പഴക്കമുള്ള ശരീരാവശിഷ്ടങ്ങളാണ്. അതുകൊണ്ട് തന്നെ വിശദമായ രീതിയിൽ പോസ്റ്റ്മോർട്ടം വേണ്ടിവരും. ശരീരത്തിൽ എത്രത്തോളം മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്, എങ്ങനെയാണ് കൊലപാതകം നടത്തിയതെന്നടക്കമുള്ള നിർണായക വിവരങ്ങൾ പോസ്റ്റ്മോർട്ടത്തിൽ നിന്നുകൂടി ലഭിക്കേണ്ടതുണ്ട്. ആ സാഹചര്യത്തിൽ അത് വിശദമായി തന്നെ പരിശോധിക്കും. അതുകൊണ്ട് തന്നെ സമയം നീളും എന്ന് നമുക്ക് കരുതാം. ഒപ്പം ഈ പ്രതികളെ കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ്. അവരെ കൊണ്ടുവന്നതിന് ശേഷമാകും അവർ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുക. ഈ വിഷയം തന്നെ നമ്മൾ ഇന്ന് ചർച്ചയ്ക്കെടുക്കുകയാണ്. അതിലേക്ക് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇപ്പോൾ കിട്ടിയ ഒരു വാർത്തയിലേക്ക്. പരശുറാം എക്സ്പ്രസിൽ പുക. AC-യോട് ചേർന്ന ജനറൽ കോച്ചിലാണ് പുക കണ്ടത്. യാത്രക്കാർ കമ്പാർട്ട്മെന്റിൽ നിന്നും പുറത്തു ചാടി എന്നാണ് വിവരം. MS അനീഷ് കുമാർ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. അനീഷ്, ഇത് എന്താണ് സംഭവം? മുമ്പാണ് യാത്രക്കാരെ പരിഭ്രാന്തിയിലാക്കിയ സംഭവം ഉണ്ടായിരിക്കുന്നത്. പരശുരാം എക്സ്പ്രസ് തിരുവനന്തപുരത്തേക്ക് മംഗലാപുരത്ത് നിന്നും പോവുകയായിരുന്ന ട്രെയിനാണ്. തൃപ്പൂണിത്തുറയിൽ സ്റ്റോപ്പിൽ നിർത്തിയിട്ട സമയത്താണ് വളരെ പെട്ടെന്ന് ഈ ജനറൽ കമ്പാർട്ട്മെൻറ്റ് AC-യോട് ചേർന്ന ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ വലിയ പുക നിറഞ്ഞത്. ഈ കമ്പാർട്ട്മെൻറ്റിനുള്ളിൽ മുഴുവൻ പുക നിറഞ്ഞതോടുകൂടി യാത്രക്കാർ പരിഭ്രാന്തരായി പുറത്തേക്ക് ചാടുകയും ചെയ്തു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ അഗ്നിശമന ഉപകരണമായ ഫോം ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ട്. അതിൻ്റെ സിലിണ്ടറിൻ്റെ മുൻവശത്തുള്ള നോബ് ആരോ ഉയർത്തിയ നിലയിലായിരുന്നു. ഇതിൽ നിന്നും പുക പുറത്തേക്ക് വമിച്ച കമ്പാർട്ട്മെൻറ്റ് മുഴുവൻ നിറയുകയായിരുന്നു. എന്തായാലും ആളുകൾ വലിയ തോതിൽ തെറ്റിദ്ധരിച്ചെന്തെങ്കിലും അപകടവും മറ്റോ ഉണ്ടായതാണോ അല്ലെങ്കിൽ മറ്റ് തീപിടുത്തവും വല്ലോ ഉണ്ടായതാണോ എന്ന ആശങ്കയുണ്ടായിരുന്നു. മുഴുവൻ യാത്രക്കാരും ആ കമ്പാർട്ട്മെൻറ്റിൽ നിന്നും ഒപ്പം സമീപത്തുള്ള കമ്പാർട്ട്മെൻറ്റിൽ നിന്നും പുറത്തിറങ്ങുകയും ചെയ്തിരുന്നു. വിശദമായ പരിശോധനകൾ നടത്തി ഫോം ഫയർ എക്സ്റ്റിംഗ്വിഷർ പുറത്തേക്കിട്ടു. ഇതിനുശേഷം പുക ശമിക്കുകയും ചെയ്തു. ഏതാണ്ട് 10 മിനിറ്റോളം ഈ ട്രെയിനിൻ്റെ യാത്ര തടസ്സപ്പെടുത്തുകയും ചെയ്തു. എന്തായാലും ആളുകളൊക്കെ കയറി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായ ശേഷമാണ് പിന്നീട് യാത്ര പുനഃസ്ഥാപിക്കപ്പെട്ടത്. എന്തായാലും വലിയൊരു ആശങ്കയാണ് വളരെ ചെറിയ നിമിഷത്തിനുള്ളിൽ ആ ട്രെയിൻ കമ്പാർട്ട്മെൻറ്റിലും പുറത്തുമൊക്കെ ഉണ്ടായത്. നിലവിൽ എന്തായാലും ശുഭകരമായി തന്നെ യാത്ര അവർ പുനരാരംഭിച്ചിട്ടുണ്ട്. ശരി അനീഷ്, എന്തായാലും ഇതിൽ യാത്രക്കാർക്കാർക്കും പ്രശ്നങ്ങളൊന്നും ബുദ്ധിമുട്ടുകളൊന്നും ഇതുവരെ ഉണ്ടായതായിട്ട് റിപ്പോർട്ടുകളിൽ. എന്തായാലും ട്രെയിൻ യാത്ര ആരംഭിച്ചു എന്നാണ് അറിയുന്നത്. അനീഷ്, ഇതിന് കാരണം എന്താണെന്ന് ഇതുവരെ റെയിൽവേക്ക് പറയാനായിട്ടുണ്ടോ? രണ്ട് തരത്തിലാണ്. ഒരുപക്ഷെ ചില അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സാഹചര്യമാണ്. കാരണം വലിയ തോതിലുള്ള ഈ പുക, ഈ ഫോം ഫയർ എക്സ്റ്റിംഗ്വിഷർ പുറത്തേക്ക് വന്നത് ആളുകൾ ശ്വസിച്ചിട്ട് ചില ആളുകൾക്ക് ചുമയും മറ്റുമൊക്കെ ഉണ്ടായി എന്ന്, ചില ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പിന്നെ വലിയ രീതിയിൽ ആളുകൾ തിക്കിത്തിരക്കി പുറത്തേക്ക് ഇറങ്ങി. പക്ഷേ ഒരു തരത്തിലുമുള്ള അപകടമോ മറ്റു പരുക്കുകളോ ഒന്നും ആർക്കും ഏറ്റിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും വളരെ പെട്ടെന്ന് ഈ കമ്പാർട്ട്മെൻറ്റിനുള്ളിൽ പുക നിറഞ്ഞപ്പോൾ ഈ ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. കാരണം ഏത് രീതിയിലാണ് ഈ പുക പുറത്തേക്ക് വന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും പെട്ടെന്ന് തന്നെ അധികൃതരും ഈ മറ്റു യാത്രക്കാരും ചേർന്ന് പരിശോധന നടത്തിയപ്പോൾ ഈ ഫോം ഫയർ എക്സ്റ്റിംഗ്വിഷർ പൊട്ടി അതിൻ്റെ നോബ് പുറത്തേക്ക് തള്ളിയാണ് ഇത്തരത്തിൽ ഇത് പുറത്തേക്ക് വന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതായി പറയുന്നു. എന്ത് സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ ആരാണ് ഇത് പുറത്തേക്ക് തള്ളിയത്, അല്ലെങ്കിൽ ആകസ്മികമായി ഇത് പുറത്തേക്ക് പോകുന്നതാണോ, അല്ലെങ്കിൽ ആരെങ്കിലും ഈ കബളിപ്പിക്കാനും അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ആളുകളെ പരിഭ്രാന്തരാക്കാനും മറ്റുമാണോ ഇത്തരത്തിൽ ഈ ഫോം ഫയർ എക്സ്റ്റിംഗ്വിഷർ പൊട്ടിച്ചതെന്നൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ അറിയില്ല. എന്തായാലും ഈ ഫോം ഫയർ എക്സ്റ്റിംഗ്വിഷറിൽ നിന്ന് തന്നെയാണ് ഈ പുക പുറത്തേക്ക് വന്നതും. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് പരശുരാം എക്സ്പ്രസ് യാത്ര ആരംഭിച്ചു, തുടരുന്നു എന്നുള്ള വാർത്തയാണ്, ആശ്വാസകരമായ വാർത്തയാണ് നമുക്ക് MS അനീഷ് കുമാർ പങ്കുവച്ചത്. നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കൊലപാതകത്തിന്റെ കൊലയുടെ വാർത്തകളാണ് കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം കേരളം കേട്ടുകൊണ്ടിരുന്നത്. ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്കൊപ്പം മുൻ SP ശ്രീ സുഭാഷ് ബാബു കൂടി ചേരുകയാണ്. നമസ്കാരം സാർ. വലിയ ഞെട്ടലിലാണ്, ഇത്തരത്തിലൊരു കൊല നടന്നതിന്റെ ഞെട്ടലിലാണ് നമ്മൾ. ഒരുപാട് ചോദ്യങ്ങൾ ഈ കാര്യത്തിൽ ബാക്കിയാവുകയാണ്. എന്തിനായിരുന്നു കൊലപാതകം നടത്തിയത് എന്നുള്ളതിന് നമുക്കിപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഒരേ ഒരു ഉത്തരം, ഇയാളെ ഈ ഷിബിലി എന്ന് പറയുന്ന തൊഴിലിടത്തിൽ നിന്ന് ഇയാൾ പിരിച്ചുവിട്ടിരുന്നു, ഈ വ്യവസായി സിദ്ദിഖ്, കൊല്ലപ്പെട്ട സിദ്ദിഖ്. ഇത് മാത്രമാണ് നമുക്ക് മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം, എല്ലാവരും പറയുന്ന കാര്യവും. ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉണ്ട് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? അല്ല, സ്വാഭാവികമായിട്ടും
ഷിബിലിയെ അവിടെ നിന്ന് പിരിച്ചുവിട്ടതിന്റെ പേരിൽ അദ്ദേഹത്തിന് എന്തായാലും ഒരു നീരസവും വിദ്വേഷമോ അതിനേക്കാൾ ഉപരി പകയോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അദ്ദേഹത്തിന് മോഷണം ആരോപിച്ചിട്ടാണ് അദ്ദേഹം പലരുടെയും പണം അവിടെ നിന്ന് മോഷ്ടിച്ചു, അത് അവരുടെ ചെസ്റ്റിൽ നിന്ന് തന്നെ പണം മോഷ്ടിച്ചു എന്നുള്ളതിന്റെ അത് അവർക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നിന്ന് പെട്ടെന്ന് പിരിച്ചുവിട്ടത്. പിരിച്ചുവിട്ടതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് തർക്കം ഉണ്ടായിരുന്നു എന്ന് അവിടുത്തെ ജീവനക്കാർ പറയുന്നത് നമ്മൾ കേട്ടിരിക്കുന്നു. പക്ഷെ അങ്ങനെ ആയാൽ തന്നെയും ഈ ഷിബിലിയുടെ സാന്നിധ്യം, ഷിബിലി അവിടെ നിന്ന് അത്ര സുഖകരമല്ലാതെ പോയിരിക്കുന്ന സാഹചര്യത്തിൽ എന്തായാലും ഷിബിലിയുടെ ക്ഷണപ്രകാരം സിദ്ദിഖ് ഇതേമാതിരി ഒരു ലോഡ്ജിൽ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ മുറിയെടുത്ത് അവിടെ പോകാനുള്ള സാധ്യത ഉണ്ടാവില്ല എന്നുള്ളത് തീർച്ചയാണ്. അപ്പോ ഈ സിദ്ദിഖിനെ അവിടെ എത്തിക്കണം എന്ന് മറ്റ് ആരോടെങ്കിലും ശട്ടം കെട്ടി അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെ അവിടെ എത്തിച്ചേരാനുള്ള സാധ്യതയാണ് കൂടുതൽ. അല്ലെങ്കിൽ ഷിബിലിയാണ് അദ്ദേഹത്തിനെ അവിടെ വിളിക്കുന്നതെങ്കിൽ അവിടെ പോകേണ്ട ഒരു സാഹചര്യവും ഇല്ല, സാധാരണഗതിയിൽ സംഭവിക്കാനും പാടില്ല. പക്ഷെ അപ്പോ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താന്ന് പറഞ്ഞാൽ ഷിബിലിയും മറ്റ് ആളുകളും അദ്ദേഹത്തിനോടൊപ്പം കൂടി ആഷിഖോ അല്ലെങ്കിൽ ഫർഹാനെയോ അവരുമായിട്ടൊക്കെ ഗൂഢാലോചന നടത്തിയതിനു ശേഷം ഇദ്ദേഹം ഏതെങ്കിലും രീതിയിൽ കബളിപ്പിച്ച് മറ്റ് മാർഗേണ ഈ സ്ഥലത്ത് എത്തിക്കുകയും അവിടെ നിന്ന് അദ്ദേഹത്തിനെ വകവരുത്തുക അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് പ്രതികാരം ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടെ കൊണ്ടുവരാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അപ്പോ അവിടെ വരുന്നതിന്റെ പശ്ചാത്തലം എന്തായാലും ശരി, ഷിബിലിയുടെ വിദ്വേഷത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒരിക്കലും വരില്ല എന്നുള്ളത് കൊണ്ട് അതിനകത്ത് ദുരൂഹതകൾ ഏറി വരുന്നുണ്ട്. ആ ദുരൂഹത എന്തായാലും ശരി, ഒരു സ്ത്രീ അവിടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടും അവരെ സംശയിച്ച് ഇപ്പോ പോലീസ് കസ്റ്റഡിയിൽ എടുത്തതിന്റെ സാഹചര്യത്തില് എന്തായാലും ശരി അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹണി ട്രാപ്പിന്റെ രീതിയിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഒരു ട്രാപ്പും അതിനനുസരിച്ചിട്ട് അദ്ദേഹത്തെ ആകർഷിച്ച് അവിടെ കൊണ്ടുവരികയും അതിനെ തുടർന്ന് ആഷിക്ക് സഹായത്തോടു കൂടി തന്നെ ഷിബിലി മറ്റാരെങ്കിലും കൂടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവരുടെ സഹായത്തോടു കൂടി ഇദ്ദേഹത്തിനെ വകവരുത്താനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അപ്പോ അതിന് കൂടുതൽ ദുരൂഹത എന്തായാലും ശരി ആളുകളെയൊക്കെ നമ്മൾ മനസ്സിലാകുന്നു. CCTV ദൃശ്യങ്ങളൊക്കെ കിട്ടിയ പശ്ചാത്തലത്തില് പിന്നെ ഇത്രയും വളരെ ആസൂത്രിതമായിട്ട് ഗൂഢാലോചനയുടെ പശ്ചാത്തലത്തിലാണ് നടത്തുന്നത്. കാരണം അവിടെ ആളെ ഇങ്ങനെ വശീകരിച്ച് കൊണ്ടുവരുന്നു, അവിടെ കൊണ്ടുവന്നതിന് ശേഷം അവിടെ നിന്ന് കൊല ചെയ്യുന്നു, കൊല ചെയ്തതിന് ശേഷം ആ ശവശരീരത്തിനെ കഷ്ണങ്ങളാക്കി പെട്ടിയിലാക്കി അവിടെ നിന്ന് വളരെ ദൂരെ കൊണ്ടുപോയിട്ട് ഇത് നശിപ്പിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ തിരിച്ചറിയാതിരിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നു, തെളിവ് നശിപ്പിക്കുന്നു. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇത് വളരെ വ്യക്തമായ ഗൂഢാലോചനയുടെയും അതിനേക്കാൾ ഉപരി മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു പ്ലാനിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു കൊലപാതകം ചെയ്യപ്പെട്ടത് എന്നുള്ളതിന് സംശയം വേണ്ട. അപ്പോ ഈ സാഹചര്യത്തില് ഈ വ്യക്തികളെ മാത്രം അവർക്ക് മാത്രമേ ഇപ്പൊ ഇതിനെപ്പറ്റി കാര്യങ്ങൾ അറിയുള്ളൂ. പിന്നെ ഈ മൊബൈൽ ഫോണിലും ലൊക്കേഷനും CCTVയിലും ഒക്കെ കൊണ്ട് മൊബൈൽ ഫോൺ ഡീറ്റെയിൽസും ഒക്കെ നോക്കുന്നതാണെങ്കിൽ അതിനകത്തിൽ നിന്ന് ഏകദേശം ഈ കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടാവും. കൂടുതൽ ഇവരെ ചോദ്യം ചെയ്യുന്നതോട് കൂടിയിട്ട്, കാരണം ഇതിന് വലിയ ചെറുപ്പ് പ്രതികളുടെ ഭാഗത്തു നിന്ന് അവരാണെങ്കിൽ ചെറുപ്പനിൽപ്പിനൊന്നും സാധ്യതയില്ല. കാരണം അവരാണെന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായിട്ട് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് കേസിന്റെ പശ്ചാത്തലം നമ്മൾ നോക്കുമ്പോൾ ഉണ്ടാകുന്നു. അപ്പൊ ആ സാഹചര്യത്തിൽ എന്തായാലും ശരി പോലീസിന് ഇവരെ ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തന്നെ ഒരു ഇതിന്റെ യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നാപ്പുറ കഥകൾ എന്താണെന്നും കേസിന്റെ ആസ്പദമായതും അതെങ്ങനെ ചെയ്യപ്പെട്ടു എന്നും ബാക്കിയുള്ള കാര്യങ്ങളും ഗൂഢാലോചനയൊക്കെ അവർക്ക് പുറത്തു കൊണ്ടുവരാൻ പെട്ടെന്ന് സാധിക്കും. എന്തായാലും ശരി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അത്ഭുതകരമായ, സാധാരണ ഇപ്പോൾ ഇങ്ങനെ പല ആളുകളെയും കൊണ്ടുപോയിട്ട് പണ്ട് വയനാട്ടിൽ നിന്ന് തന്നെ 2 ആളുകളെ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയിട്ട് കോഴിക്കോട് നിന്ന് 2-3 ആളുകളെ തട്ടിക്കൊണ്ടുപോയിട്ട സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് ചില പലതും കൊലപാതകത്തില്. അതെ ശ്രീ സുഭാഷ് ബാബു, അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്നതും വിറങ്ങലിപ്പിക്കുന്നതും എന്താണെന്ന് വെച്ചാൽ ഈ കൊലപാതകത്തിന്റെ രീതിയാണ്. നമ്മൾ ഈ വധം കൊന്നു കഴിഞ്ഞതിന് ശേഷം ഈ കഷണങ്ങളാക്കി മുറിച്ച് ട്രോളി ബാഗിൽ കൊണ്ടുവന്ന് തള്ളുക, ഒരു തുറസായ സ്ഥലത്ത് തള്ളുക. അത് ചെയ്യുന്നതാകട്ടെ 18, 20, 22 വയസ്സുള്ള ചെറിയ കുട്ടികൾ. അവരെ കുട്ടികളെന്ന് തന്നെ വേണമെങ്കിൽ പറയാം, നമുക്ക് അത്ര പ്രായമേ ഉള്ളൂ. പക്ഷെ അവരായി ഈ പശ്ചാത്തലമൊക്കെ അന്വേഷിക്കുമ്പോൾ നേരത്തെയും ഈ ഷിബിലിക്കെതിരെ ഈ ഫർഹാന തന്നെ പോക്സോ കേസ്, ഫർഹാനയെ ഉപദ്രവിച്ചു എന്നുള്ളതിൽ ഷിബിലി ഈ കേസിൽ പെട്ടിട്ടുള്ള ഒരാളാണ് എന്നറിയുന്നു. ഇതിന് ശേഷം ഇവർ തമ്മിൽ സൗഹൃദത്തിലാകുന്നു. അത്തരത്തിലുള്ളൊരു മുഴുവൻ കൂടിക്കുഴഞ്ഞു കിടക്കുന്ന, അതേസമയം വലിയ ദുരൂഹതകൾ നിറഞ്ഞ ഒരു കേസ്. അത് പോലീസിനെ സംബന്ധിച്ച് ഈ താങ്കൾ പറഞ്ഞതുപോലെ വലിയൊരു എളുപ്പമുള്ള ഒരു അന്വേഷണത്തിന് എളുപ്പമുള്ള ഒരു സംഭവമാണോ ഇത്? അല്ല, അതില് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് തമ്മില് ഫർഹാനയും ഷിബിലിയും തമ്മിൽ നേരത്തെ ബന്ധം ഉണ്ടായിരുന്നുവെന്നും
ഷിബിലി പ്രത്യേകമായിട്ടും അവിടെ എത്തുകയും അതുപോലെ തന്നെ ആഷിഖും ഫർഹാനെയും ഒന്നായിട്ട് ആ സ്ഥലത്ത് എത്താനുള്ള സാധ്യതയാണ് നമ്മൾ മിക്കവാറും ആ രീതിയിലായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ഷിബിലിക്ക് നേരിട്ട് ബന്ധമുണ്ടാകുന്ന അറിഞ്ഞാൽ ഒരിക്കലും സിദ്ദിഖ് അവിടെ എത്താനുള്ള സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് മറ്റേ ഒരു രീതിയിൽ ആഷിഖ് മുഖാന്തരവോ ഫർഹാന മുഖാന്തരവോ ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തിനെ അവിടെ എത്തിച്ചതായിരിക്കും. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഷിബിലി തന്നെ ആയിരിക്കും. അദ്ദേഹത്തിന്റെ പകയാണ്. അദ്ദേഹം ഒരു ക്രിമിനൽ സ്വഭാവമുള്ള വ്യക്തിയായിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഇവിടെ പറഞ്ഞു കേൾക്കുന്ന അങ്ങനെയാണ്. ഈ കൂടെയുള്ള അദ്ദേഹത്തിന്റെ മുൻപ് ജോലി ചെയ്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെ പലരും ഇവിടെ പത്രപ്രവർത്തകരോട് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഞാൻ അതാണ്. അപ്പൊ അതുകൊണ്ട് എന്തായാലും ശരി, ഇത് വളരെ ആസൂത്രിതമായ വളരെ ഗൗരവതരമായ രീതിയിലുള്ള ഗൂഢാലോചനയും, കാരണം ഇതെന്താ പറയുക, കൊലപാതകം, ഒരാളെ ഒരു സ്ഥലത്ത് എത്തിക്കുക, കൊലപാതകം, അത് കഴിഞ്ഞതിന് ശേഷം വളരെ തന്ത്രപരമായിട്ട് ആ വ്യക്തിയെ അവിടെ നിന്ന് വ്യക്തിയുടെ ശവശരീരം അവിടെ നിന്ന് മുറിച്ച് പെട്ടികളിലാക്കി അതൊക്കെ നേരത്തെ കരുതി വെക്കുക പറ്റി, അതനുസരിച്ച് അവിടെ നിന്ന് വളരെ വിദഗ്ധമായ രീതിയിൽ അദ്ദേഹത്തിന്റെ കാറിൽ തന്നെ ഇത് കൊണ്ടുവന്ന് വളരെ ദൂരെ കൊണ്ടുവന്ന് ഇത് ഒഴിവാക്കുക. അത് എന്തായാലും ശരി, അത് പിടിക്കപ്പെടില്ല. എന്തായാലും കേസിൽ കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ പ്രതികളെ ഞങ്ങൾക്ക് പിടിക്കപ്പെടാതിരിക്കാനും തെളിവ് നശിപ്പിക്കാനും എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ആ സമയത്തുള്ള തത്രപ്പാടില് പല കാര്യങ്ങളും ചെയ്യും. അത് അപൂർവമായിട്ട് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. പലപ്പോഴും അത് പെട്ടെന്നല്ലെങ്കിലും അല്പം കാലതാമസം ഉണ്ടായാലും പിടിക്കപ്പെടാനുള്ള സാധ്യതയാണ് ഇന്നത്തെ. അതെ, മറ്റൊരു സംശയം കൂടി ഞാനൊന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ. നമുക്ക് ഇപ്പോൾ ഈ മൃതദേഹം കഷണങ്ങളാക്കി അല്ലെങ്കിൽ മൃതദേഹ അവശിഷ്ടങ്ങളാണ് 2 ബാഗുകളിലായി ലഭിച്ചിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമ്മുടെ റിപ്പോർട്ടർ അനുമോദ് അവിടെ നിന്നും സൂചിപ്പിച്ചത്. ഈ പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ ഇത് എത്രത്തോളം നിർണായകമാണ് ഈ ശരീരാവശിഷ്ടങ്ങളുടെ പരിശോധന? ഈ പ്രതികൾ പറയുന്നതിനപ്പുറത്തേക്ക് കുറെ കാര്യങ്ങൾ ഈ ശരീരാവശിഷ്ടങ്ങളിൽ നിന്ന് ലഭിക്കാനുണ്ടല്ലോ. അതെന്തൊക്കെയായിരിക്കും? അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് ഈ പോസ്റ്റ്മോർട്ടത്തിൽ? ഇത് കുറെ സമയമെടുക്കും. കാരണം എന്താ പറയുക, ഇതിന്റെ ഭാഗങ്ങള് അതിന്റെ കഷ്ണങ്ങളൊക്കെ എടുത്തു വെച്ചതിന് ശേഷം ബോഡി പാർട്സ് അതേമാതിരി അറേഞ്ച് ചെയ്ത് വെക്കാൻ പരമാവധി ഡോക്ടർമാര് അതേപോലെ സഹപ്രവർത്തകരുടെ ശ്രമിക്കാറുണ്ട്. എന്നാൽ മാത്രമേ ഒരു ബോഡി ഷേപ്പ് ആകുകയുള്ളൂ. ഇത് കാലും കൈയും മാംസ കഷ്ണങ്ങളും വാരിയലും ഒക്കെ മുറിച്ച് കഷ്ണങ്ങളാക്കി വന്നിരിക്കുമ്പോൾ ആ ബോഡി എല്ലാം കൂടെ ഏതോ രീതിയിൽ ആക്കിയ മുഖം ഉണ്ടെങ്കിൽ മുഖം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പൊസിഷനിലാണോ കയ്യ കാല് അതൊക്കെ വെച്ചിട്ടാണോ സാധാരണ ഐഡന്റിഫൈ ചെയ്യുന്നത്. പിന്നെ ഇദ്ദേഹത്തിനുള്ള ഏതെങ്കിലും രീതിയിലുള്ള ശരീരഭാഗങ്ങളിൽ വല്ല അടയാളങ്ങള് മുറിപ്പാടുകള് ഒക്കെ ഉണ്ടെങ്കിൽ പഴക്കവും ബുദ്ധിമുട്ടാകില്ലേ? ഇപ്പൊ 7 ദിവസമായി എന്ന് പറയുമ്പോൾ ആ പഴക്കവും ഈ അന്വേഷണത്തെ ബാധിക്കില്ലേ? തീർച്ചയായിട്ടും അത് പരമാവധി അവർക്ക് അത് ചെയ്യാൻ ശ്രമിക്കാനേ പറ്റുള്ളൂ. അത് കൂടുതൽ ജീർണിച്ചിട്ടുണ്ട്, ചീഞ്ഞളിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്തായാലും ശരി, ഇത് ഈ ബോഡിയുടെ പാർട്സ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിന്റെ നിരവധി പാർട്ടിൽ നിന്ന് സാമ്പിൾ ശേഖരിക്കുകയും DNA പരിശോധിച്ച് ചെയ്യുമ്പോൾ ഈ വ്യക്തിയുടെ ആണെന്ന് തെളിയിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കാരണം ഇപ്പോഴത്തെ ആധുനിക DNA പരിശോധനയിൽ നിന്ന് ഈ എത്ര കഷ്ണങ്ങളിൽ നിന്ന് എല്ലാ കഷ്ണങ്ങളിൽ നിന്നും സാമ്പിൾ എടുത്തു കഴിഞ്ഞാലും അത് DNA പരിശോധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതെല്ലാം ഒരു ബോഡിയുടെ പാർട്സ് ആയിട്ട് തന്നെ കിട്ടിയതായിട്ട് തെളിയിക്കാൻ സാധിക്കും. അപ്പോ ഒരു ബോഡി അദ്ദേഹത്തിന്റെ ആണെന്ന് തെളിയിക്കാൻ വിഷമമൊന്നുമില്ല. പിന്നെ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് അതാണല്ലോ. അത് ബാക്കിയുള്ള വസ്തുക്കളെ ഇനിയിപ്പം ഡ്രസ്സൊന്നും അതിനകത്ത് ഉണ്ടാവാൻ വഴിയില്ല. അതെ, അല്ല അതിനപ്പുറത്തേക്ക് ഇവരോട് ഇപ്പൊ ചോദിക്കുമ്പോൾ ഇവർ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇന്ന സ്ഥലത്ത് മുറിവുണ്ടാക്കി രക്തം വാർന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ മുറിവുകളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? ചിലപ്പോൾ അത് ആ ഭാഗമൊക്കെ മുറിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും ഈ കുത്തിയ ഭാഗത്തും അത് അതേ കത്തി കൊണ്ട് തന്നെയാണ് ബാക്കിയുള്ള ഭാഗങ്ങൾ മുറിവേൽപ്പിച്ചെങ്കിൽ പൊതുവെ ഡോക്ടർമാർ ബുദ്ധിമുട്ടാണെന്നാണ് എന്നോട് മുമ്പത്തെ നമ്മളെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇപ്പം ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ് ആയിരിക്കും, 1 2 അവിടെ ഇപ്പം 4 5 പേര് ഉണ്ടെങ്കിൽ ഈ 5 ആളും കൂടെ പറ്റുകയാണെങ്കിൽ എല്ലാവരും കൂടെ ചെയ്തിട്ടാണ് അത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ സാധ്യതയുള്ളത്. എന്തായാലും സമയമെടുക്കുന്ന ഒരു പ്രോസസ് ആയിരിക്കും അല്ലെ സാർ? തീർച്ചയായിട്ടും അത് വളരെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത്, സാധാരണക്കാരന് പോലും ഈ ഒരു കൊലപാതകം അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ തോന്നുന്നൊരു സ്വാഭാവികമായ ചോദ്യം, 3 പേർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 25 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള 3 പേർ, അങ്ങനെ 3 പേർക്ക് ഈ ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്യാൻ സാധിക്കുമോ? ഒന്ന്,
എപ്പോഴും നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യമാണ് ഈ രക്തമൊന്നും, അതായത് രക്തക്കറയൊന്നും ഇല്ലാതെ എങ്ങനെ ഇവർ ഈ ആരും അറിയാതെ ഒരു ഹോട്ടലിൽ നിന്ന്, അതും നഗരമധ്യത്തിലുള്ള ഒരു ഹോട്ടലിൽ നിന്ന് എങ്ങനെ ഈ 2 ബാഗുകളിലാക്കി ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കൊണ്ടുപോയി. അതും പകൽ. നമ്മുടെ CCTV ദൃശ്യങ്ങൾ കാണുന്നത് 3 മണിക്കാണ്, വൈകിട്ട് 3 മണിക്കാണ് ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കാറിൽ കയറ്റുന്ന ദൃശ്യങ്ങൾ കാണുന്നത്. രാത്രിയൊന്നുമല്ല കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ 3 പേർ മാത്രം വിചാരിച്ചാൽ സാധിക്കുമോ? എന്താണ് താങ്കൾക്ക് അതിനെക്കുറിച്ച് തോന്നുന്നത്? അത് അവരിപ്പം അദ്ദേഹത്തെ കൊല ചെയ്തതിന് ശേഷം എന്തായാലും കുറെ ബ്ലഡ് ഒക്കെ പുറത്തു പോകുന്നുണ്ടാവും. അതൊക്കെ ഇവര് വളരെ വിദഗ്ധമായ രീതിയിൽ ക്ലീൻ ചെയ്ത്, പക്ഷെ അവിടെ എന്തായാലും ബ്ലഡിന്റെ അവിടെ നിന്നുള്ള സ്വാപ്പിംഗ്, അതായത് അവിടെ നിന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞ് പരിശോധിച്ചു കഴിഞ്ഞാൽ എന്തായാലും ബ്ലഡ് സാമ്പിൾസ് അവിടെ കിട്ടാതിരിക്കില്ല. കാരണം അവിടെ ബ്ലഡ് ഒഴുകിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ശരി അതിന്റെ രക്തക്കറകൾ ഉണ്ടാവും. ആ കറകൾ എന്തായാലും അവിടെ നിന്ന് കിട്ടും. അത് അദ്ദേഹത്തിന്റെ ആണെന്ന് തെളിയിക്കാനും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവിടെയുള്ള ഈ ഒരു പ്രദേശത്ത് എന്ന് പറഞ്ഞാൽ അവിടെ അധികം തിരക്കൊന്നുമില്ല. ടൗണിന്റെ ഭാഗമാണെങ്കിൽ പോലും അവിടെ ഒന്നും പ്രത്യേകിച്ച് ഈ ലോഡ്ജിലും അതേമാതിരി അതിന്റെ പരിസര പ്രദേശത്തും വലിയ തിരക്കൊന്നുമില്ല. അവിടേക്കായി പോകുന്ന ആളുകളല്ലാതൊന്നും അവിടത്തേക്ക് പോകാനുള്ള സാധ്യത കുറവുള്ള ഒരു ഏരിയയാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു വിട്ട ഒരു സ്ഥലം തെരഞ്ഞെടുക്കാനും ആരുടെയും ശ്രദ്ധയപ്പെടാതെയുള്ള ഒരു സ്ഥലം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ അവിടെ നിന്ന് ഇവരൊക്കെ സംശയിക്കുന്ന യാതൊരു സാഹചര്യവും ഇല്ല. ഈ ഒരാൾ ചെന്ന് വോളണ്ടറി ആയിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ മുറിയെടുക്കുന്നു. മുറിയെടുത്തതിന് ശേഷം മറ്റാളുകളും അവിടെ താമസിക്കുന്നു. അതൊക്കെ അവിടെ എല്ലാവരും ഹോട്ടലിലുള്ള ആളുകൾ ചെയ്യണം. അവിടെ വലിയ തിരക്കില്ലാത്തത് കൊണ്ട് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഇത് ചെയ്തതിന് ശേഷം അവരെ സംബന്ധിച്ചോളം പകൽ സമയത്താണ് പോകുന്നതെങ്കിൽ സംശയത്തിന്റെ പ്രശ്നം വരുന്നില്ല. അതൊക്കെ അവര് വളരെ ഏതായാലും ചെയ്തു കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഡിസ്പോസ് ചെയ്യണമല്ലോ, അത് ഇവിടെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അത് എടുത്തു കൊണ്ടുപോകുമ്പോൾ പകൽ സമയമാകുമ്പോൾ ആരും അത്ര ശ്രദ്ധിക്കൊന്നുമില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ തിരക്കൊന്നും ഇല്ലാത്തപ്പോൾ ഏറ്റവും അനുയോജ്യമായ സമയം ഏതാണെന്ന് അവർ തിരിച്ചറിയുകയും ആ തിരിച്ചറിഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ അവരത് അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോവുകയും ചെയ്യുന്നതാണ്. പക്ഷെ ദുരൂഹതയോട് കൂടിയിട്ട് ഇത് വരുമ്പോൾ ആളുകൾക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാം ഇന്ന ആളുകളാണ് ഇവിടെ വന്നിരുന്നത്, ഇത്ര ആളുകൾ ഇവിടെ വന്നിരുന്നു, അതിൽ ഈ 2 ആളുകൾ മാത്രമേ ഇവിടെ നിന്ന് പോയിട്ടുള്ളൂ, മറ്റാളുകൾ ഇല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതൊക്കെ തെളിവായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് പോലീസിനെ സംബന്ധിച്ചുള്ള അന്വേഷണത്തിന് അല്പം ശ്രമകരമാണ് എങ്കിൽ പോലെയും തെളിവ് ലഭിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല രീതിയിൽ തെളിവ് ശേഖരണം നടത്തുകയും അത് ഒരു സംശയാതീതമായ രീതിയിൽ തെളിയിക്കാൻ പറ്റുന്ന സാഹചര്യം തീർച്ചയായിട്ടും ഈ കേസിൽ നിന്ന് ലഭിക്കും എന്നുള്ളതിന് സംശയം വേണ്ട. അപ്പം ഈ ആരിൽ നിന്നൊക്കെ ആയിരിക്കും ഇനി കൂടുതൽ അറിവുകൾ നേടേണ്ടത്, അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പോലീസിന് നേടിയെടുക്കേണ്ടത്? ഒന്ന്, ഇപ്പൊ പറഞ്ഞ ഈ ലൊക്കേഷൻ, കൊലപാതകം നടന്നു എന്ന് പറയുന്ന ലോഡ്ജ് അല്ലെങ്കിൽ ഹോട്ടലിലുള്ള ജീവനക്കാരുടെ മൊഴി, അത് വളരെ നിർണായകമല്ലേ? പ്രത്യേകിച്ച് ഇതിൽ ഏറ്റവും നമുക്ക് സംശയം തോന്നുന്നത് എന്തിന് സിദ്ദിഖ് ഒറ്റയ്ക്ക് അയാളുടെ കാറിൽ തന്നെ മറ്റാരോടും പറയാതെ ആ ഹോട്ടലിൽ പോയി റൂം എടുത്തു എന്നുള്ളത് ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, 2 റൂമുകൾ തൊട്ടടുത്താണ്. ഒന്നാമത്തെ റൂം സിദ്ദിഖ് എടുത്തെങ്കിൽ രണ്ടാമത്തെ റൂം ഈ ഷിബിലി എടുത്തു എന്ന് പറയുന്ന റൂം അതിന്റെ തൊട്ടടുത്താണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇത് ആരോടും പറയാതെ എന്തിന് സിദ്ദിഖ് അങ്ങോട്ടേക്ക് പോയി എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഒരുപക്ഷെ ഈ ഹോട്ടലിൽ ഉള്ള ജീവനക്കാർക്ക് അവർക്ക് അതിന് മറുപടി നൽകാൻ സാധിക്കുമായിരിക്കും. ഹോട്ടലിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം, കാരണം 2 മുറി എടുക്കുന്നു, അതിനകത്തില് ഒന്ന് സ്ത്രീയോടുകൂടി ഒരാൾ വരുന്നു, മറ്റിടത്ത് ഏകനായിട്ടൊരു വ്യക്തി വരുന്നു എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചോളം അവർക്ക് സംശയം ഉണ്ടായാലും ലോഡ്ജ് ഹോട്ടൽ മുറി എന്നുള്ള രീതിയിൽ അവർ ഈ സംശയം കൊണ്ടുപോയി അവിടെ ആളെ കിട്ടില്ല. അപ്പൊ അവിടെ ഒന്നും അത്ര തിരക്കുള്ള സ്ഥലമല്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തില് ഇതില് മിക്കവാറും നമുക്കൊരു ഹണി ട്രാപ്പ് എന്റെ സാഹചര്യം തീർച്ചയായിട്ടും സംശയിക്കാം എന്നുള്ളതിന് ബലവത്തായ തെളിവുകളാണിത്. കാരണം ഒരു സ്ത്രീയാണ്, ആ സ്ത്രീയെ സംബന്ധിച്ചുള്ള ആ സ്ത്രീ അത്ര സ്വഭാവ ശുദ്ധിയോട് കൂടിയൊന്നുമല്ല. മുമ്പ് ഈ ഷിബിലിയുടെ പേര് കേസ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അയാളുമായിട്ടും ഈ ആഷിഖുമായിട്ടും ഒക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്ന സ്വഭാവമൊക്കെയാണ്. അതുകൊണ്ട് എന്തായാലും ശരി, ആ ഒരു രീതിയിൽ ഇദ്ദേഹത്തിനെ ആകർഷിച്ച് അവിടെ കൊണ്ടുവന്നതിന് ശേഷം പക തീർക്കാൻ വേണ്ടിയിട്ട് ഷിബിലിയും ആഷിഖും ഫർഹാനെയും പിന്നെ വേറെ ആരെങ്കിലും ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവര് ഗൂഢാലോചന ചെയ്ത് കരുതിക്കൂട്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ടേ നമുക്കിതിനെ വരുള്ളൂ. അങ്ങനെ ആകാനുള്ള സാധ്യതയാണ് കൂടുതൽ. പക്ഷെ സഹായികളായിട്ട് മറ്റാളുകൾ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഇവർക്ക് പെട്ടെന്ന് ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പോകുന്നതിനെ പറ്റി അറിയുന്നതും എന്തിനു പോകുന്നു എന്നതിനെ പറ്റിയൊക്കെ ഇവർ ചിലപ്പോൾ പലരോടും സംസാരിച്ചിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഷിബിലിയുടെ സ്വഭാവം എന്ന് പറഞ്ഞ ഒരു ക്രിമിനൽ സ്വഭാവമുണ്ട്. പ്രത്യേകിച്ച് ഈ മോഷണമൊക്കെ സ്ഥിര സ്വഭാവങ്ങളോടുകൂടി എടുക്കുന്ന വ്യക്തി ആവുമ്പോ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പല കോണ്ടാക്ട്സും ഉണ്ടാവും. അതിൽ നിന്നൊക്കെ വിവരങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിനനുസരിച്ച് പല ആളുകളെയും വിളിക്കുകയും സംസാരിക്കുകയും ഫോണിൽ മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് ഈ വ്യക്തിയോടുള്ള വിദ്വേഷം വളരെ വ്യക്തമായിട്ട് മറ്റു സുഹൃത്തുക്കളോട് പങ്കുവച്ചിട്ടുണ്ടാവണം.
പിന്നെ ആ സ്ത്രീയെ ഫർഹാനെയും മറ്റേ അതേപോലെ തന്നെ ഈ ആഷിഖിനെയും ചോദിക്കുന്നതോട് കൂടിയിട്ട് ഷിബിലിയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ വ്യക്തമായി സമ്മതിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും. അതുകൊണ്ട് ചെക്ക് ഇൻ ചെയ്ത ഒരാൾ ചെക്ക് ഔട്ട് ചെയ്യുന്നില്ലല്ലോ ആ ഹോട്ടലിൽ നിന്നും. അപ്പൊ അതവർക്കൊരു സംശയത്തിന് വഴിവെച്ച് അവർ അന്വേഷിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത് അല്ലേ ഈ കേസ്? തീർച്ചയായിട്ടും ഉണ്ട്. അത് കാരണം എന്താണ്, ഇവരത് ഇറങ്ങിപ്പോയി വെക്കേറ്റ് ചെയ്തുമ്പോഴാണ് ചിലപ്പോ ഇതിനൊക്കെ ഓൺലൈൻ പേയ്മെന്റ് ആയിരിക്കും. അപ്പം മിക്കവാറും ഹോട്ടലുകളിലൊക്കെ ഇപ്പൊ ഓൺലൈൻ പേയ്മെന്റ് ആണ്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അത് പേയ്മെന്റ് കിട്ടിയതിന് ശേഷം ഇവര് വളരെ ശ്രദ്ധാപൂർവം ഈ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവാണ്. അടുത്ത ആള് വരും എന്നുള്ള രീതിയിൽ, അതായത് റൂം എടുത്ത ആളുകൾ പുറത്തേക്ക് വന്നിട്ടില്ലല്ലോ. റൂം എടുത്ത ആള് പുറത്ത് വരാത്തത് കൊണ്ട് ഇവര് പോവുകയാണ്. മറ്റേ ആള് വന്നതിന് ശേഷം ബില്ല് ക്ലിയർ ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം ക്ലിയറൻസ് എടുക്കാമുള്ള ഇവര് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. തിരക്കില്ലാത്തത് കൊണ്ട് എന്റെ ഞാൻ ഒരു പ്രാവശ്യം മറ്റേ അത് അവിടെ ഒന്ന് പോയിട്ടുള്ളൂ. പക്ഷെ അവിടെ ഒന്നും വലിയ തീരെ തിരക്കൊന്നും ഇല്ല. അപ്പൊ ഈ സിദ്ദിഖ് സാർ ഒരു ചോദ്യം, ഈ സിദ്ദിഖിന്റെ പേരിൽ തന്നെ ആയിരിക്കും അവിടെ റൂം എടുത്തിട്ടുണ്ടാവുക? പ്രത്യേകിച്ച് ഈ ഹണി ട്രാപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ സംശയിക്കുന്നത് കൊണ്ട്, ഈ ഒരു സാഹചര്യത്തിൽ സംശയിക്കേണ്ടി വരുന്നത് കൊണ്ടും, അങ്ങനെയെങ്കിൽ സ്വന്തം പേരിൽ ഒരാൾ റൂം എടുക്കുമോ? അങ്ങനെ ഒരു ചോദ്യം കൂടിയില്ല. അല്ല, അതില് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇത് അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടാവും. അവര് എന്തായാലും ശരി, ഈ ഒരു പ്രത്യേക അധിക ആസൂത്രണത്തിന്റെ ഭാഗമാണ്, ഗൂഢാലോചന ഈ ആസൂത്രണത്തിന്റെ ഭാഗമാണ്. മറ്റവരുടെ പേരിൽ എടുക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് സംശയം തോന്നും, ഒരു സ്ത്രീയോട് കൂടിയിട്ട് ഒരാൾ വരുന്നു എന്ന് പറയും. പക്ഷെ ഈ ഒരു വ്യക്തി എടുക്കുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു ലേവലും അഡ്രസ്സും അദ്ദേഹത്തിനെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഞാൻ ഇന്ന ഇന്ന പോലെ ഒരു ഹോട്ടലിൽ നടത്തുന്ന ആളാണ് എന്ന് പറയുമ്പോൾ ആർക്കും ഒരു സംശയത്തിന്റെ പ്രശ്നമില്ല. അവരാണ് 2 റൂം പറയുന്നത്. അല്ല, ഒറ്റയ്ക്കൊക്കെ ചെല്ലുന്ന അവസരത്തെ സ്വാഭാവികമായിട്ട് ഹോട്ടലിലെ ആളുകൾക്ക് സംശയം ഉണ്ടാവും. ഇത് ഇനി ഇവിടെ വന്നതിന് ശേഷം ഇവിടുന്ന് വല്ല കൊലപാതകം നടക്കുവോ അല്ലെങ്കിൽ ഇവിടുന്ന് അനാശാസ്യം നടക്കുവോ എന്നൊക്കെ ഭയം പലപ്പോഴും ഉണ്ടാവും. അല്ലെ, അവർ ഒത്താശ ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഭയപ്പാടുണ്ടാവും. ഒത്താശ ചെയ്തു കൊടുക്കുന്നവരാണ് ഇതൊന്നും നോക്കില്ല. ഇനി ആള് വന്നാലും ചത്താലും ഒന്നും അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അവരെ സംബന്ധിച്ചുള്ള പണം കിട്ടുന്നതിന് അപ്പുറത്തേക്ക് അവർക്ക് താല്പര്യമൊന്നുമില്ല. അപ്പോ ഇതുകൊണ്ട് ഇദ്ദേഹത്തിനെ കൊണ്ട് ബോധപൂർവം മറ്റൊരു മുറി എടുപ്പിച്ചതായിരിക്കും. അതെന്തായാലും ശരി, അതില് നമുക്ക് ഈ ഒരു സ്ത്രീ വിഷയം അതിനകത്തില് മുഖ്യ ഘടകമായിട്ട് അദ്ദേഹത്തിനെ ഇതിനകത്ത് ട്രാപ്പ് ചെയ്തിട്ടുണ്ടാകാനുള്ള സാധ്യത ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ലെന്നാണ് അതിന്റെ സാഹചര്യം വെച്ച് എനിക്ക് ബലമായി തോന്നുന്നത്. ഇനി ഇതിന്റെ ഒരു അന്വേഷണ രീതി എങ്ങനെയായിരിക്കുമെന്നാണ്? കാരണം ചെന്നൈയിൽ നിന്ന് ഇപ്പോൾ അവരുമായി ഒരു സംഘം ഇങ്ങോട്ടേക്ക് വരുന്നു, അന്വേഷണ സംഘം ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കേരളത്തിലേക്ക് അവർ ഇന്നോ അല്ലെങ്കിൽ നാളെ രാവിലെയോ എത്തുമെന്നുള്ള സൂചനകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. മറ്റൊരു വശത്ത് ഈ കൊലപാതകവുമായി പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട അന്വേഷണം, അതിന്റെ റിപ്പോർട്ട് വരേണ്ടതുണ്ട്. എങ്ങനെയായിരിക്കും അന്വേഷണത്തിന്റെ രീതി ഇനി പോവുക? പ്രതികളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞല്ലോ. പോസ്റ്റ്മോർട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം അത് DNA പരിശോധനയോടുകൂടി ആളുടെ രീതി പൂർണ്ണമായിട്ടും ആ വ്യക്തിയാണെന്ന് ഐഡന്റിഫൈ ചെയ്തു. അപ്പോൾ മിസ്സിംഗ് ആയ വ്യക്തിയുടെ ഡെഡ് ബോഡി തന്നെയാണ് ഇവിടെ കിട്ടിയതെന്നും അതുകൊണ്ട് അത് കൊലപാതകം തന്നെയെന്ന് സ്ഥിരീകരിക്കപ്പെടും. പിന്നെ ബാക്കിയുള്ള തെളിവുകൾ കൊണ്ട് ഇദ്ദേഹം തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്നതിന് ആവശ്യമായ ഐഡന്റിഫിക്കേഷൻ, അത് മറ്റു രീതിയിലുള്ള ഐഡന്റിഫിക്കേഷൻ, തിരിച്ചറിയൽ രേഖകള്, തിരിച്ചറിയൽ പിന്നെ ശാരീരിക ഭാഗങ്ങളെ കൊണ്ടൊക്കെ തിരിച്ചറിയതിനു ശേഷം ആ വ്യക്തിയാണ് മരണപ്പെട്ടത് എന്നും ഈ മിസ്സിങ്ങിന് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട സിദ്ദിഖ് തന്നെയാണ് ഈ മരണപ്പെട്ട ഈ വ്യക്തിയെന്ന് നമ്മൾ ഈ ശവശരീരം കണ്ടെടുത്തത് ആ വ്യക്തിയുടെ തന്നെയാണെന്ന് ബോധ്യപ്പെടുന്നതോട് കൂടിയിട്ട് അദ്ദേഹം മരിച്ചു എന്നുള്ള ഒരു ഉറപ്പ് വരും. പിന്നെ അതിലേക്ക് ആ മരണത്തിലേക്ക് വഴിതിരിച്ച അല്ലെങ്കിൽ എത്തിച്ച സംഭവ പരമ്പരകളാണ് ഈ ആഷിഖും അദ്ദേഹമായിട്ട് എങ്ങനെ ജോലിക്ക് ബന്ധപ്പെട്ടു, എങ്ങനെ അവിടെ ജോലി കിട്ടി, അവര് തമ്മിൽ എന്തുകൊണ്ടാണ് പിന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്, അതിന്റെ തെളിവുകൾ. അത് കഴിഞ്ഞതിന് ശേഷം ഇവര് അദ്ദേഹത്തിനോട് ഒരു വിദ്വേഷം വരുന്നുണ്ടെങ്കിൽ ആ രീതിയിലാണ് വിദ്വേഷം എന്നുള്ളതും അതിനു വേണ്ടിയിട്ട് ആ ഗൂഢാലോചന നടത്താൻ വേണ്ടിയിട്ട് മറ്റാളുകളെ ബന്ധപ്പെട്ടു. അതിനെ ഫോൺ മുഖാന്തരം ബന്ധപ്പെടാവും, വ്യക്തിപരമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവും, അവിടെ വന്നിട്ടുണ്ടാവും ഈ സ്ഥലം. അതിനു മുമ്പ് തന്നെ ചിലപ്പോൾ ഇവരവിടെ വന്നിട്ട് ഈ സിദ്ദിഖുമായിട്ട് ചിലപ്പം ഈ സ്ത്രീ വിഷയമായിട്ട് ബന്ധപ്പെട്ട സിദ്ദിഖുമായിട്ട് ഇവരെ ബന്ധപ്പെടാൻ അവിടെ അദ്ദേഹത്തിനെ ഇവർ കാണാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അത് ആ തെളിവുകൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം പിന്നെ ഈ കൊലയ്ക്ക് വേണ്ടിയിട്ട് സജ്ജീകരിച്ചു. മുറി ആരെ എന്തുകൊണ്ട് എടുപ്പിച്ചു, അവിടെ വന്നതിന് ശേഷം ഏത് രീതിയിലാണ് അവര് മുറിയിലെത്തിയത്, അതിനുശേഷം ഏത് രീതിയിലാണ് ഇദ്ദേഹത്തിനെ കൊല ചെയ്യിക്കുന്നത്, അതുപോലെ അതിനിടയ്ക്ക് ഈ സ്ത്രീയും അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ പല വിഷയങ്ങളും, ഒരുപാട് വിഷയങ്ങളുണ്ട് ഇത്. കാരണം ഒരു തെളിവ് ശേഖരണത്തില് എന്തും സംഭവിക്കാം. അപ്പം ഒരു കാര്യവും സംഭവിക്കില്ല എന്ന് തള്ളിക്കളയാത്ത രീതിയിലാണ് തെളിവ് ശേഖരണം വേണ്ടത്. അതുകൊണ്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് തെളിവ് ശേഖരിക്കേണ്ടത് എന്നാണ് സാധാരണ നമ്മളൊക്കെ പഠിക്കുന്നത്.
അപ്പൊ ആ സാഹചര്യത്തില് ഇതിനകത്ത് ഒരു കാര്യവും വിസ്മരിക്കാതെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് കേസിൽ തെളിവ് ശേഖരിക്കുകയും അതിനുശേഷം ബോഡി അവിടെ കൊണ്ടുവന്ന് ഇട്ട് ആ ബോഡിയുടെ ഭാഗങ്ങളാണല്ലോ ഇപ്പൊ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് അത് ഇദ്ദേഹത്തിന്റെ ആണെന്ന് തെളിയുന്നത് കൂടിയിട്ട് ഇവിടുന്ന് അവിടം വരെയുള്ള റൂട്ട് ഇതെങ്ങനെ അവിടെ എത്തി അത് പോകുന്ന വഴിക്ക് ഇനി എവിടെങ്കിലും കൊണ്ടു നിർത്തിയിരുന്നോ ഈ കൊന്ന ദിവസം തന്നെ ഇദ്ദേഹത്തിനെ കുറച്ച് കഷണങ്ങളാക്കിയോ അതൊക്കെ അതിനുശേഷം അവിടെ എന്തുകൊണ്ട് വിട്ടു അതുവരെ ഇതെവിടെ വെച്ചിരുന്നു അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് അന്വേഷണം ഈ തെളിവെടുപ്പിന്റെ പ്രധാന മേഖലകൾ ഒന്ന് ഈ ഹോട്ടലും രണ്ട് ഈ മൃതദേഹം കൊണ്ട് തള്ളിയ ആ സ്ഥലവും ആ ചുരവുമായിരിക്കും അല്ലെ സർ? അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനിടയ്ക്ക് ഇതില് അവരവിടെ വരുന്നതും പോകുന്നതും കാരണം ഇതിനകത്തുള്ള ഒരു കേസെന്ന് പറയുന്നത് അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള എല്ലാം പ്രധാനപ്പെട്ട തെളിവുകളാണ്. അതായത് ഒരു കാര്യവും അതിനകത്ത് തെളിവ് കൊണ്ട് പരസ്പരം ബന്ധിക്കാൻ പറ്റാത്ത ഒരു തെളിവ് ശകലങ്ങളും ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് അതായത് അതിനാണ് നമ്മൾ മിസ്സിംഗ് ലിങ്ക്, അതായത് എല്ലാ ലിങ്കും എല്ലാ ബന്ധങ്ങളും എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് പരസ്പരം വളരെ ശക്തമായ രീതിയിൽ കൂട്ടിച്ചേർക്കുന്ന ഇണകളുള്ള തെളിവുകളാക്കി കൊണ്ടുവന്നാൽ മാത്രമേ കേസ് സംശയാതീതമായി തെളിയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് അവിടെ വരുന്നതും അവിടുന്ന് ഈ സംഭവിക്കുന്നതും അതിനുശേഷം അവിടെ നിന്ന് ഈ ബോഡി കൊണ്ടുപോകുന്നതും അതിനുശേഷം ഈ പ്രതികൾ പല സ്ഥലത്ത് പോയ എല്ലാ വിവരങ്ങളും അതായത് ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം മുൻ സംഭവങ്ങള് പിന്നെ അതിനകത്തിലെ എന്തുകൊണ്ടാണ് വിദ്വേഷം ഉണ്ടായത്, അതിന്റെ പ്രേരക ഘടകങ്ങൾ എന്താണ്, മോട്ടീവ് എന്താണ്, അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടന്നു, ഗൂഢാലോചനയുണ്ട്, ആളുകളെ ആരൊക്കെ സംഭവിച്ചു, എങ്ങനെയൊക്കെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്തത്, അതിനുശേഷം ഈ ബോഡി ഡിസ്പോസലും പിന്നെ പ്രതികളുടെ തുടർന്നുള്ള സ്വഭാവവും ഇതെല്ലാം തെളിവാണ്. ഇതെല്ലാം സ്വീകാര്യമായ തെളിവുകളാണ്. ഈ തെളിവുകളെല്ലാം പോലീസ് വളരെ ശ്രദ്ധയോടുകൂടി അന്വേഷിക്കണം. കാരണം അതിനകത്തില് മിസ്സിംഗ് ലിങ്കുകൾ വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാലും ഈ കൊന്നത് ഇവരാണെന്നും അത് അവര് തന്നെയാണ് കൊണ്ടുപോയതെന്നും ഒക്കെ തെളിയുമ്പോൾ മാത്രമേ പൂർണ്ണമായിട്ട് ഇതൊരു അതെ, തീർച്ചയായിട്ടും അതിന് നമ്മൾ കാത്തിരിക്കേണ്ടി വരും. എന്തായാലും അന്വേഷണ സംഘം പ്രതികളുമായി കേരളത്തിലേക്ക് തിരിച്ചിട്ടുണ്ട്. അവരുടൻ തന്നെ ഇവിടെ എത്തിയ ഉടനെ തന്നെ ബാക്കിയുള്ള നടപടികളിലേക്ക് കടക്കും. വളരെയധികം നന്ദി ശ്രീ സുഭാഷ് ബാബു ഞങ്ങളോട് ഇത്രയും നേരം സംസാരിച്ചതിനും ഈ കാര്യങ്ങൾ വിശദീകരിച്ചു തന്നതിനും. എന്തായാലും വലിയ ഞെട്ടലുണ്ടാക്കിയ സിദ്ദിഖിന്റെ കൊലപാതകത്തിൽ ചുരുളഴിയേണ്ട നിരവധി ദുരൂഹതകൾ ഇപ്പോഴും ബാക്കിയാണ്. ജോലി സംബന്ധമായ തർക്കം ഇത്തരമൊരു അരുംകൊലയിലേക്ക് നയിക്കുമോ എന്നതാണ് ഉയരുന്ന പ്രധാന ചോദ്യം. ഹണി ട്രാപ്പ് ആണോ എന്ന സംശയവും പോലീസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ആഷിഖ് എങ്ങനെ കൃത്യത്തിന്റെ ഭാഗമായി എന്നതും മൃതദേഹം ഉപേക്ഷിക്കാൻ അട്ടപ്പാടി ചുരം തെരഞ്ഞെടുത്തത് എന്തിന് എന്നതിനും ഉത്തരങ്ങൾ അവ്യക്തമാണ്. 18-നാണ് സിദ്ദിഖിനെ കാണാതാകുന്നത്. ഹോട്ടലിലേക്ക് സാധനങ്ങൾ വാങ്ങാനായി ജീവനക്കാർ ഫോൺ വിളിച്ചപ്പോൾ തലശ്ശേരിയിലേക്ക് പോകുന്നു എന്നാണ് സിദ്ദിഖ് പറഞ്ഞത്. പിന്നീട് ഫോൺ സ്വിച്ച് ഓഫായി. തലശ്ശേരിയിലേക്കെന്ന് സിദ്ദിഖ് കള്ളം പറഞ്ഞതോ അതോ ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചതോ? കോഴിക്കോട് ഡി കാസ ഇൻ ഹോട്ടലിൽ എന്തിന് 2 മുറികളെടുത്തു എന്ന ചോദ്യത്തിനും ഉത്തരം ലഭിക്കണം. പ്രധാന പ്രതി ഷിബിലിക്കും സിദ്ദിഖിനുമിടയിൽ ഫർഹാനയുടെ പങ്കെന്ത്? ഹണി ട്രാപ്പ് അടക്കമുള്ള അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ സ്ഥിരീകരണമില്ല. ഫർഹാനയുടെ സഹോദരനെയും മറ്റ് കുടുംബാംഗങ്ങളെയും കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. കൊലപാതകത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നതിലും വ്യക്തത കൈവരേണ്ടതുണ്ട്. മൊബൈൽ ഫോൺ ലൊക്കേഷൻ, CCTV ദൃശ്യങ്ങൾ, സാക്ഷിമൊഴി എന്നിവ കേന്ദ്രീകരിച്ചാണ് ഇതുവരെയുള്ള അന്വേഷണം. മൃതദേഹമുള്ള ട്രോളി ഉപേക്ഷിക്കാൻ എന്തിന് അട്ടപ്പാടിയിലേക്ക് പോയി എന്നതിനും ചോദ്യം ചെയ്യലിലെ ഉത്തരം ലഭിക്കൂ. ഷിബിലിയും ഫർഹാനയുമായി പോലീസ് കേരളത്തിലേക്ക് തിരിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. ലൈഫ് മിഷൻ കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിന്റെ ഇടക്കാല ജാമ്യാപേക്ഷ തള്ളി. കൊച്ചി PMLA കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. ജാമ്യ വ്യവസ്ഥകളിൽ ഇളവ് വേണമെന്ന സന്തോഷ് ഈപ്പന്റെ ആവശ്യവും വിചാരണ കോടതി തള്ളി. സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസർ B സുനിൽകുമാറിനെ ED വീണ്ടും ചോദ്യം ചെയ്തേക്കും. 12 മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷമാണ് ഇന്നലെ വിട്ടയച്ചത്. നയതന്ത്ര ബാഗേജിലൂടെ സ്വർണം കടത്തിയ കേസുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്യൽ എന്നാണ് സൂചന. ചോദ്യം ചെയ്ത വാർത്ത ന്യൂസ് 18-നാണ് ദൃശ്യങ്ങൾ സഹിതം റിപ്പോർട്ട് ചെയ്തത്. തിരുവനന്തപുരം വെള്ളായണി കാർഷിക കോളേജിൽ 4ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിക്ക് നേരിടേണ്ടി വന്നത് ക്രൂര പീഡനമെന്ന FIR. അതേസമയം സഹപാഠിയെ പൊള്ളലേൽപ്പിച്ച വിദ്യാർത്ഥിനിയെ റിമാൻഡ് ചെയ്തു. 4ാം വർഷ വിദ്യാർത്ഥി ലോഹിതയാണ് റിമാൻഡ് ചെയ്തത്. കേരള സർവകലാശാല ആസ്ഥാനത്ത് BJP അനുഭാവ സംഘടനയായ എംപ്ലോയീസ് സംഘിന്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാതെ കേന്ദ്രമന്ത്രി V മുരളീധരൻ. ഇന്നുച്ചയ്ക്ക് ഓഫീസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അവസാന നിമിഷം പിന്മാറുകയായിരുന്നു. ഇലക്ഷൻ വിഭാഗത്തിന് മുന്നിലുള്ള ഓഫീസ് എംപ്ലോയീസ് സംഘ് കയ്യേറിയെന്ന് ആരോപിച്ച് CPM അനുകൂല സംഘടന സർവകലാശാലയ്ക്ക് പരാതി നൽകിയിരുന്നു.
എംപ്ലോയീസ് സംഘിന്റെ ഓഫീസ് ഉദ്ഘാടനത്തെപ്പറ്റി അറിയില്ലെന്നും കേന്ദ്ര പദ്ധതികൾ ചർച്ച ചെയ്യാനാണ് VC കണ്ടതെന്നുമാണ് V. മുരളീധരന്റെ വിശദീകരണം. CPM തനിക്ക് വിലക്ക് ഏർപ്പെടുത്തിയതായി കേട്ടറിഞ്ഞിരുന്നുവെന്നും മുരളീധരൻ പറഞ്ഞു. അരിക്കൊമ്പൻ വീണ്ടും ജനവാസ മേഖലയ്ക്ക് സമീപം കുമളി റോസാപ്പൂ കണ്ടെത്താണ് ഇന്നലെ രാത്രി അരിക്കൊമ്പൻ എത്തിയത്. ആകാശത്തേക്ക് വെടിയുതിർത്താണ് ആനയെ കാട്ടിലേക്ക് മടക്കി അയച്ചത്. എരുമേലി വിമാനത്താവളത്തിന്റെ സാമൂഹികാഘാത പഠന റിപ്പോർട്ടിനെതിരെ പ്രദേശവാസികൾ. ചെറുവള്ളി എസ്റ്റേറ്റിൽ 2000 ഏക്കറോളം ഭൂമി ഉണ്ടെന്നിരിക്കെ പുറത്തുനിന്ന് ഭൂമി ഏറ്റെടുക്കുന്നത് ദുരൂഹമാണെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. തൊഴിൽ നഷ്ടപ്പെടുന്ന ചെറുവള്ളി എസ്റ്റേറ്റ് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരുടെ പുനരധിവാസം എങ്ങനെയെന്നതിൽ റിപ്പോർട്ട് മൗനം പാലിക്കുന്നതായും പ്രദേശവാസികൾ പറയും. പുതിയ പാർലമെന്റ് മന്ദിരം രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീംകോടതി തള്ളി. ഹർജിയിൽ ഇടപെടേണ്ട കാര്യമില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. വാദം തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ ഭരണഘടനയുടെ അനുച്ഛേദം 79 ഉദ്ഘാടനവുമായി എന്ത് ബന്ധമെന്ന് കോടതി ചോദിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നത്. ചടങ്ങിലേക്ക് രാഷ്ട്രപതിയെ ക്ഷണിക്കാത്തത് ഭരണഘടനാ വിരുദ്ധമെന്നായിരുന്നു ഹർജിയിലെ ആരോപണം. ഇന്നലെ സമർപ്പിച്ച ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യം പരിഗണിച്ചാണ് സുപ്രീംകോടതി ഇന്ന് വാദം കേട്ടത്. ഇന്ന് താൻ കേസുകൂട ചിത്രത്തിലെ പ്രണയ ജോഡി കഥാപാത്രങ്ങളായ സുരേഷിന്റെയും സുമലത ടീച്ചറുടെയും വിവാഹ ക്ഷണക്കത്താണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരം. ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായാണ് സേവ് ദ ഡേറ്റ് വീഡിയോയ്ക്ക് പിന്നാലെ അണിയറ പ്രവർത്തകർ വിവാഹ ക്ഷണക്കത്തും പുറത്തുവിട്ടത്. രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ ഒരുക്കുന്ന ചിത്രത്തിന്റെ പൂജ 29 പയ്യന്നൂർ കോളേജിൽ നടക്കും. ഇനി ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5555 രൂപ, പവന് 44,440 രൂപ, വെള്ളി ഗ്രാമിന് 76 രൂപ, കിലോയ്ക്ക് 76,000 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,827 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. ലേഡീസ് ബാൻഡ് പൂർണ്ണമാകുന്നു. നമസ്കാരം.